അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദർസു സാദിസ്, 6ാമത്തെ പാഠം, അൽ മുഅ്മിനു ഖാരിജൽ ബൈത്ത്. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഉസ്താദ് പറഞ്ഞു, മറ്റന്നാൾ നബിദിനമാണ്. നാളെ എല്ലാവരും നേരത്തെ വരണം. നമ്മുടെ മദ്രസയും പരിസരവും നമ്മുടെ നാട്ടിലെ റോഡുകളുമെല്ലാം നമുക്ക് വൃത്തിയാക്കണം. ഒരിക്കൽ മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദും സ്വഹാബിയുമായ മഖീൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ ഒരു മാലിന്യ കൂമ്പാരം അവർ കണ്ടു. ഉടനെ ഉസ്താദ് അതെല്ലാം വാരി വൃത്തിയാക്കി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും ഒരു മാലിന്യ കൂമ്പാരം കണ്ടു. മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹു അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, നീ എന്തിനാണിത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഉസ്താദ് ചെയ്തത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ അവന് ഒരു ഹസനത്ത് എഴുതപ്പെടും. ഒരാൾക്ക് ഒരു ഹസനത്ത് സ്വീകരിക്കപ്പെട്ടാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. മഹാന്മാരായ 2 പണ്ഡിതന്മാർ റോഡ് വൃത്തിയാക്കുന്നതാണ് നാം ഈ ചരിത്രത്തിൽ കാണുന്നത്. അവരാണ് നമ്മുടെ മാതൃക. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. വീട്, മസ്ജിദ്, വിദ്യാലയം, വായനശാല, ജോലിസ്ഥലം, അങ്ങാടി, കളിസ്ഥലം, പൊതുവാഹനങ്ങൾ തുടങ്ങിയവ നാം ബന്ധപ്പെടുന്ന പൊതു ഇടങ്ങളാണ്. ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. അവിടെയെല്ലാം മര്യാദ പാലിച്ച് ഇടപെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കരുത്. സ്വഹാബികൾ ചോദിച്ചു, അവിടെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഇടങ്ങളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഴിയരികിലിരിക്കൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ വഴിയുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കുക. ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവയാണ് ആ അവകാശങ്ങൾ. അങ്ങാടിയിലെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അതിന്റെ അർത്ഥം നോക്കൂ. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളും ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളുമാണ്. അങ്ങാടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. പിശാചിന്റെ സങ്കേതമാണ് അങ്ങാടി. മസ്ജിദിലേക്ക് വലതുകാൽ വെച്ചും അങ്ങാടിയിലേക്ക് ഇടതുകാൽ വെച്ചുമാണ് കയറേണ്ടത്. രണ്ടിടത്തേക്കും കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള ദിക്റുകൾ വളരെ പ്രധാനമാണ്. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. നിരത്തുകൾ, ജലസ്രോതസ്സുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. വാഹനങ്ങൾ ഒതുക്കി നിർത്തണം. പൊതുസ്ഥലങ്ങൾ മലിനമാക്കരുത്. വഴി തടസ്സപ്പെടുത്തരുത്. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ചു പഠിക്കുക. പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇനി നോക്കൂ, അബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അതിന്റെ അർത്ഥം നോക്കൂ. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. ഈ ബോക്സിൽ കൊടുത്തതൊക്കെ നിങ്ങൾ അതിന്റെ അറബിയും അതുപോലെ തന്നെ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥവും നിങ്ങൾ നന്നായി പഠിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ബൈത്ത്, വീട്. ത്വരീഖ്, വഴി. മസ്ജിദ്, പള്ളി. മംബൗൽ മാ, ജലസ്രോതസ്. സൂഖ്, അങ്ങാടി. ഖഫുൽ അദാ, ഉപദ്രവം തടയുക. മദ്രസ, വിദ്യാലയം. റദ്ദുസ്സലാം, സലാം മടക്കുക. മൽഗബ്, കളിസ്ഥലം.
അമ്രും ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുക. ദാറുൽ മുതാലഅ വായനശാല. അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അൽ മർക്കബുൽ ഗുമൂമി പൊതുവാഹനം. അബ്ഗൽ ഏറ്റവും വെറുപ്പുള്ള. അദബ് മര്യാദ. ഖുലുഖ് സ്വഭാവം. ഇപ്പുറത്ത് നോക്കൂ. ഗള്ളുൽ ബസർ ദൃഷ്ടി താഴ്ത്തുക, അതായത് കണ്ണ് ചിമ്മുക. യുഹീ വയുമീത്തു അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നോക്കൂ തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം. നംലഉൽ ഫറാ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കൂ. 1. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി ഡേഷ് അസ്വാഖുഹ. അവിടെ പൂരിപ്പിക്കേണ്ടത് നോക്കൂ. മസാജിദുഹ വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹ്. ഇനി നമുക്കതൊന്ന് ചേർത്ത് വായിക്കാം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. ഇനി നോക്കൂ നംലഉൽ ഫറാ അതിലെ രണ്ടാമത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഡേഷ് അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ നമുക്ക് പൂരിപ്പിക്കേണ്ടത് നോക്കൂ. വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ. ഇനി നമുക്കതൊന്ന് ചേർത്ത് വായിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി നോക്കൂ തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം. നദ്കുറു വനക്തുബു ദിക്ർ. നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ദിക്റുകൾ ഇവിടെ എഴുതാനുള്ളതാണ്. 1. മസ്ജിദിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. നോക്കൂ. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. 2. മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. 3. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 4. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ റബ്ബിന തവക്കൽന. 5. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. നോക്കൂ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. 6. ടോയ്ലറ്റിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ഉഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വ ആഫാനി. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം. നക്തുബുൽ ഖിസ്സ കഥ എഴുതാനുള്ളതാണ്. മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര സംഭവം എഴുതുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഒരിക്കൽ മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദും സ്വഹാബിയുമായ മഖീൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ ഒരു മാലിന്യ കൂമ്പാരം കണ്ട ഉടനെ ഉസ്താദ് അതെല്ലാം വൃത്തിയാക്കി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും ഒരു മാലിന്യ കൂമ്പാരം കാണുകയും മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹു അതെല്ലാം വൃത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, നീ എന്തിനാണിത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഉസ്താദ് ചെയ്തത് കണ്ടതുകൊണ്ടാണ് താൻ ഇത് ചെയ്തത്. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ അവന് ഒരു ഹസനത്ത് എഴുതപ്പെടും. ഒരാൾക്ക് ഒരു ഹസനത്ത് സ്വീകരിക്കപ്പെട്ടാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇതുവരെയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ അഞ്ചാമത്തെ പ്രവർത്തനം. നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വഴിയരികിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഏതെല്ലാം? ഉത്തരം. ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവയാണവ. രണ്ടാമത്തെ ചോദ്യം. ദൃഷ്ടി താഴ്ത്തുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം. ഹറാമായ കാര്യങ്ങളെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുക എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം. ഉപദ്രവം തടയുക എന്നതിന്റെ ഉദ്ദേശമെന്ത്? അതിന്റെ ഉത്തരം നോക്കൂ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കലും അക്രമങ്ങൾ തടയലും വഴി തടസ്സപ്പെടുത്താതിരിക്കലുമാണ് അതിന്റെ ഉദ്ദേശം. നാലാമത്തെ ചോദ്യം. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടി. കാരണമെന്ത്? ഉത്തരം. അങ്ങാടി പിശാചിന്റെ സങ്കേതമായതിനാൽ. അഞ്ചാമത്തെ ചോദ്യം. അങ്ങാടിയിലേക്ക് പ്രവേശിക്കേണ്ടത് ഏതു കാൽ വെച്ചാണ്?
ഉത്തരം ഇടതുകാൽ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 6ാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഇടപെടുന്ന പൊതുസ്ഥലങ്ങൾ ഏതെല്ലാം? അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഈ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം നിർദ്ദേശിക്കുക. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. നോക്കൂ, വീട്, മസ്ജിദ്, വിദ്യാലയം, വായനശാല, ജോലിസ്ഥലം, അങ്ങാടി, കളിസ്ഥലം, പൊതുവാഹനങ്ങൾ തുടങ്ങിയവ നാം ബന്ധപ്പെടുന്ന പൊതു ഇടങ്ങളാണ്. വീട്, മസ്ജിദ് തുടങ്ങിയവയുടെ മുന്നിൽ ചിട്ടയില്ലാതെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും മറ്റും പോക്കുവരവിന് തടസ്സമുണ്ടാക്കുന്നു. അവ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്താൽ ഈ തടസ്സം ഒഴിവാക്കാൻ സാധിക്കും. വിദ്യാലയം, ജോലിസ്ഥലം എന്നിവിടങ്ങളിൽ വഴിയരികിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളും മറ്റും ദുർഗന്ധം ഉണ്ടാക്കുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിരത്തുകളിൽ അലക്ഷ്യമായി തൂക്കിയെറിഞ്ഞിരിക്കുന്നു. ബാത്റൂമുകളും മറ്റും മലിനമാക്കപ്പെട്ടിരിക്കുന്നു. വെള്ളത്തിന്റെ ടാപ്പുകൾ ഉടച്ചിരിക്കുന്നു. വാതിലുകൾ അടയ്ക്കാൻ കഴിയാത്ത വിധം ആക്കിയിരിക്കുന്നു. ഇതിനുള്ള പരിഹാരമാർഗം പൊതുമുതലുകൾ നശിപ്പിക്കാതിരിക്കുകയും ഉപയോഗിക്കുന്നവർ വൃത്തിയായി അവ സൂക്ഷിക്കുക എന്നതുമാണ്. അങ്ങാടിയിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നു. കേടുവന്ന പച്ചക്കറികൾ വീശി വഴിയിൽ എറിഞ്ഞിരിക്കുന്നു. നടക്കാൻ കഴിയാത്ത വിധം അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. ഇവയെല്ലാം കൃത്യമായി ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നാം ഓരോരുത്തരും പ്രവർത്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, മലിനപ്പെടുത്താതിരിക്കുക എന്നിവ കൃത്യമായി ശ്രദ്ധിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും. ഇതോടു കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.